ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും വിനയം നിറഞ്ഞ നമസ്കാരം. പരിചയമുള്ള മുഖങ്ങളെ കൊണ്ട് സമ്പന്നമായിട്ടുള്ളൊരു സദസ്സാണ് ഇവിടെ ഉള്ളത്. ഭൂരിപക്ഷം ആൾക്കാരെയും എനിക്കറിയാം, അല്ലെങ്കിൽ ആര്യയ്ക്ക് പരിചയമുള്ളവരാണ്. ആര്യയുടെ വെൽവിഷേഴ്സാണ് ഇവിടെയുള്ള ഭൂരിപക്ഷം ആൾക്കാരും. ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമുക്കൊരു ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ, ഇത് ഒരു കല്യാണമൊക്കെ നടന്നാൽ തന്നെ മാക്സിമം നമുക്കൊരു 500 പേരെയൊക്കെ ഒരു ഡ്രസ്സിനെ കാണിക്കാൻ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളും അല്ലാതെയും ഒക്കെ വന്നതുകൊണ്ട് ഡ്രസ്സുകൾ ആളുകൾ പരസ്പരം കാണുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും എല്ലാത്തിൻ്റെയും ട്രെൻഡുകളൊക്കെ വളരെ പെട്ടെന്ന് ജനകീയമാവുകയും മാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. അവിടെ ആര്യ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇങ്ങനൊരു പ്രസ്ഥാനം തുടങ്ങുന്ന കാര്യം പറയുമ്പോൾ തൊട്ട് ഇതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള എല്ലാ വളർച്ചയും നമ്മുടെ കൺമുന്നിലായിരുന്നു, നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിൽ വലിയ അധ്വാനമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ ഒരു റെസ്പെക്റ്റ് എനിക്കുമുണ്ട് അവരോട്. അങ്ങനെ ചെയ്തെടുത്തതിന് പിന്നിൽ എനിക്ക് വളരെ ടാലൻ്റുള്ളൊരു മേഖല തന്നെയാണിത്. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, കുറേ നാളുകൾക്ക് മുമ്പ് 2013 ഒരു ഒക്ടോബർ സമയത്ത് നമുക്ക് അപ്പോൾ 2013 ഒരു ഒക്ടോബർ സമയത്ത് ഈ ബഡായി ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിനൊപ്പം ആര്യ ബഡായി എന്നാണ് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ബഡായി ബംഗ്ലാവ് എന്നുള്ള പേര് ആ പരിപാടിക്ക് ഞാനാണ് ഇടുന്നത്. കാരണം എപ്പോഴും പേരിടുമ്പോൾ അങ്ങനെ നോക്കുമായിരുന്നു. ഒരു വാക്ക് ബഡായി എന്ന് പറയുമ്പോൾ ഒരു വലുതും, ബംഗ്ലാവ് എന്ന് പറയുമ്പോൾ ഒരു വലിപ്പം, അല്ലെങ്കിൽ മാസ്റ്റർ എന്നൊക്കെ പറയുന്നതിൽ ഒരു വലിപ്പം തോന്നുന്ന രീതിയിൽ ഇടുന്ന സമയത്ത് ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് വേണം എന്ന് പറയുമ്പോൾ ആണ് പെൺവേഷം കെട്ടണ്ട. ധർമ്മജൻ ഒരു മോചനം കൊടുക്കാൻ തീരുമാനിച്ചു. പെൺവേഷത്തിന് ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് വേണം എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്ത് ഞങ്ങൾ പലരും വഴി പോയപ്പം അന്ന് ആര്യ കോമഡി ചെയ്യുമോ എന്ന് ഒരു സംശയം ചാനലിൻ്റെ ഭാഗത്ത് വന്നു. ആര്യ സീരിയലിലാണ്, അത് ഏതോ സീരിയലിൽ വില്ലത്തിയായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നെറ്റിലൊക്കെ നോക്കിയിട്ടും വേറെ ചില പരിപാടി നോക്കിയിട്ട് പറഞ്ഞ പ്ലസ് പോയിന്റ് കോമഡി അല്ല, ആ കൊച്ചിന് നല്ല ഡ്രസ്സ് സെൻസ് ഉണ്ട്. നമ്മുടെ പരിപാടിയിൽ എല്ലാ ദിവസവും നമ്മളെല്ലാ ആണുങ്ങൾ ഒരേപോലെ ഇരിക്കും, പല ഡ്രസ്സും പല തരത്തിലും വരാൻ പറ്റിയ ഒരാളാണ് പുള്ളിക്കാരത്തി. അപ്പം നല്ല ഡ്രസ് സെൻസ് ഉള്ള ആളാണ്, നമുക്ക് അങ്ങനെ വെക്കാന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഡ്രസ് സെൻസ് കൊണ്ട് ബഡായികളാർ വന്ന ആളാണ്. ഐ ഫോൺലി റിമെമ്പർ ഓൾ ഓഫ് ദം. അവരോടൊക്കെ എന്നും ഒത്തിരി നന്ദി ഉണ്ടാവും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇന്ന് നിങ്ങളുടെ ടൈം എടുത്ത് ഇന്ന് എനിക്കും എൻ്റെ ഈ ബ്രാഞ്ചിന് വേണ്ടിയിട്ടും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഒത്തിരി താങ്ക് യു എന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടിട്ടാണ് ഇപ്പോൾ ഈ വളർച്ച ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനി തുടർന്നും വേണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഐ തിങ്ക് വി ഷുഡ് മൂവ് ടു ദ ഇനോഗ്രൽ സെറമണി. പോയാലോ ഒന്ന് അങ്ങോട്ട്? താങ്ക് യു. സുഭാഷിന്റെ കൊടുക്കും. സുഭാഷ കണ്ടു, വളരെ ഗംഭീരമായിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരു ആളെ ധൈര്യമായിട്ട് ഏൽപ്പിക്കാൻ വേണ്ടി എനിക്ക് ഏതാണ്ട് ഇന്നൊക്കെയാണ് ഉദ്ദേശം, ഇന്നതുപോലത്തെ കാര്യം വേണമെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്തു തരാൻ ശ്രമിക്കുന്ന ആളാണ് ആര്യ. ആര്യയുടെ ഈ ഒരു യാത്രയിൽ അവരുടെ ഈ ഒരു ബിസിനസ് സിയുമായിട്ട് പോകുന്ന പോക്കുകൾ ഏറ്റവും ഗംഭീരമായിട്ട് എനിക്ക് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു.